എല്ലാവരും വീട് പെയിന്റ് ചെയ്യുന്നവരാണല്ലേ. എന്നാൽ പുതിയ വീട് പെയിന്റ് ചെയ്യുന്നവരോ അതല്ല പഴയ വീട് റീപെയിന്റ് ചെയ്യുന്നവരോ ആണ് നിങ്ങളെങ്കിൽ നിർബന്ധമായി വീഡിയോ കണ്ടിരിക്കുക. ഒന്നാമത്, പുതിയ വീട് പെയിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുട്ടി ഇടാറുണ്ട്. എന്നാൽ പഴയ വീട് വർക്ക് ചെയ്യുന്ന സമയത്ത് പാച്ച് വർക്ക് ചെയ്യാൻ മാത്രമേ നമ്മൾ പുട്ടി ഇടാറുള്ളൂ. ഇനി രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് പ്രൈമർ അടിക്കുക എന്നതാണ്. എന്താണ് ഈ പ്രൈമർ? വെള്ള നിറത്തിൽ പെയിന്റിനോട് സമാനമായി വരുന്ന ഒരു വസ്തുവാണ് പ്രൈമർ. ഇനി ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? ചുവര് അല്ലെങ്കിൽ പുട്ടിയിൽ അടിക്കുന്ന പെയിന്റ് അതുമായി ഒട്ടി നിൽക്കാൻ സഹായിക്കുന്ന പശയെയാണ് ഈ പ്രൈമർ എന്ന് പറയുന്നത്. മൂന്നാമത്, റീപെയിന്റ് ചെയ്യുന്ന വീടുകളിൽ നമ്മൾ കൂടുതലും കാണാൻ സാധിക്കുന്നത് കമ്പനി പറയുന്ന കാലാവധിക്ക് മുന്നേ തന്നെ പെയിന്റ് ഇളകി പോകാനും അതുപോലെ തന്നെ ഡാമേജ് ഉണ്ടാവാനുമുള്ള കാരണം പ്രൈമർ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. ഇതിന് ശേഷമാണ് 2 കോട്ട് പെയിന്റ് അടിക്കേണ്ടത്. എന്തിനാണ് ഈ 2 കോട്ട് അടിക്കുന്നത്? നമ്മൾ ചൂസ് ചെയ്ത എക്സാക്ട് കളർ ലഭിക്കാൻ മാത്രമല്ല, കമ്പനി പറയുന്ന ബെനിഫിറ്റ്സ്, അതായത് വാഷബിൾ പെയിന്റ്സ്, വാട്ടർ റിപ്പലന്റ് പെയിന്റ്സ്, ആന്റി ഫംഗൽ പെയിന്റ്സ്, കൂടാതെ കമ്പനി പറയുന്ന വാറന്റി, ഇതെല്ലാം കിട്ടുവാനായി നിശ്ചിത തിക്നെസ് ഉണ്ടായിരിക്കണം. അതായത് ഇന്റീരിയർ ആണെങ്കിൽ 25 to 30 മൈക്രോൺ DFTയും എക്സ്റ്റീരിയർ ആണെങ്കിൽ 75 to 90 മൈക്രോൺ DFTയും ഉണ്ടായിരിക്കണം. ഇനി പെയിന്റ് അടിക്കുന്ന സമയത്ത് ക്യാഷ് അധികം ചിലവാകാതെ എങ്ങനെ ലാഭിക്കാമെന്ന് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി കീപ് ഫോളോവിംഗ് ഇൻഫോ ലൈൻസ്.